ഗുഡ് മോർണിംഗ് സാർ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇരിക്കൂ ഇരിക്കൂ ഇരിക്കൂ. ഞാൻ ഈ സാക്ഷരതാ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. പക്ഷേ 10 കുട്ടികൾ ഇങ്ങനെ നിരന്ന് നിന്ന് ഗുഡ് മോർണിംഗ് പറയണമെന്ന് ആഗ്രഹമുണ്ട്. അതിനെങ്ങനാ 10 മണി കഴിഞ്ഞിട്ടും ഇവിടെ വരുന്ന മുതുക്കുകളൊന്നും ക്ലാസ്സിൽ വന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഇവരൊക്കെ കൃത്യസമയത്ത് പണ്ട് സ്കൂളിൽ പോയിരുന്നെങ്കിൽ ഇപ്പൊ ഈ സാക്ഷരതാ ക്ലാസ്സിൽ വന്ന് പഠിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അല്ല, ഒരു കാര്യമുണ്ട്. വരട്ടെ വരട്ടെ. ഒരെണ്ണം വരുന്നുണ്ട്. സിനിമാറ്റിക് ഡാൻസ് മത്സരത്തിനെങ്ങാനും വരുവാന്ന്. അല്ല, എന്താണ് ഉദ്ദേശം? എന്താ താമസിച്ചേ? വായിലെന്തോ പഴം പുഴുങ്ങി വെച്ചേക്കുവാന്നോ? പുഴുങ്ങിയ പഴത്തിന്റെയാണ് സാർ. ഇവിടെ ഈ പഴമൊക്കെ വീട്ടിൽ വെച്ചിട്ട് വരണം. വീട്ടിൽ വെച്ച എന്റെ ഭർത്താവ് കട്ട് തിന്നെ സാർ. അയ്യോ, അത് വേറൊരു പഴം. വാ ഇങ്ങോട്ട് വാ, ഇരി. അനസൂയ എവിടെ? അതാ വരുന്നുണ്ട് സാർ. നല്ലതമയന്തി കഥയിലെ അരയന്നം പോലെ കുണുങ്ങിയാണോ സ്കൂളിലോട്ട് വരുന്നത്? അയ്യോ, എന്തോ. Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. എന്താ ലേറ്റായേ? ലേറ്റസ്റ്റ് അല്ലല്ലോ, ലേറ്റസ്റ്റ് എന്നല്ലേ? പുതിയ ഒരു സ്ലേറ്റ് വാങ്ങി, അതാണ് സ്ലേറ്റസ്റ്റ്. പദപ്രയോഗമൊക്കെ കൊള്ളാം. പക്ഷെ എന്താ താമസിച്ചത്? ഇനി തൊട്ട് ഞാൻ താമസിച്ചേ വരൂ. അതെന്താ താമസിച്ചേ വരൂന്ന്? എന്റെ വീട്ടിന്റെ അടുത്ത് പുതിയൊരു ബോർഡ് വന്നു. അതേത് ബോർഡ്? സ്കൂൾ എഹെഡ് ഗോസ് സ്ലോ. സ്കൂൾ എഹെഡ് എന്ന് വായിച്ചിട്ട് ആ സ്കൂൾ എടുത്ത് തലേ ചുമന്നുണ്ടെങ്കിൽ വരാതിരുന്നത് കാര്യമായി. അതെ, സ്കൂൾ എഹെഡ് ഗോസ് സ്ലോ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കുള്ളതല്ല. ഇവളുടെ കുഞ്ഞമ്മയ്ക്കുള്ളതാണോ സാർ? അല്ല, കൊച്ചനുള്ളത്. ഒന്നും മിണ്ടായി. താമസം വരികയും ചെയ്യും, ആവശ്യമില്ലാത്ത കൗണ്ടറും പറയും. സ്കൂൾ എഹെഡ് ഗോ സ്ലോ എന്ന് പറഞ്ഞാൽ അത് വാഹനങ്ങൾക്കുള്ളതാണ്. അതായത് സ്കൂൾ അടുത്തുണ്ട്, പതുക്കെ പോവുക. അപ്പൊ നാളെ തൊട്ട് ഞാൻ വാഹനത്തിലേ വരുള്ളൂ. അതെന്തിനാ വാഹനത്തിൽ വരുന്നേ? പതുക്കെ വന്നാ മതിയല്ലോ. ഓ, എന്നാലും പതുക്കെ വരൂ. പോ അവിടെ ചെന്നങ്ങ് ഇരി. അയ്യോ, കിട്ടിയില്ല. എന്ത് കിട്ടിയില്ല? കിട്ടാനുള്ളത് കിട്ടിയില്ല. ഓ, കിട്ടാനുള്ളത് കിട്ടിയാലേ കിട്ടാനും ഉറക്കം വരൂ. പഴഞ്ചൊല്ലി പറഞ്ഞ് കളിക്കാൻ വന്നതാണോ? ഒരു അധ്യാപകൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഗുഡ് മോർണിംഗ് കിട്ടണം. മോർണിംഗ് സാർ. ഗുഡ് എവിടെ? ഇന്ന് ഹരിയാണം വന്നോ? വന്നില്ല. ഗോവേണം വന്നോ? വന്നില്ല. ഇവരൊന്നും വരാതെ എന്ത് ഗുഡ് സാറിന് മോർണിംഗ് മതി. അപ്പൊ ഹരിയണ്ണന്റെയും ഗോപണ്ണന്റെ കയ്യിലാണോ നിങ്ങളുടെ ഗുഡ് ഇരിക്കുന്നത്? ആ ഗുഡ് എനിക്ക് വേണ്ട കേട്ടോ. വേണ്ടെങ്കി വേണ്ട. അപ്പോൾ നമുക്ക് ഹാജരി വിളിക്കാം. അയ്യോ, എനിക്ക് മനസ്സിലായി. ഹാജരുണ്ടോ എന്ന് ചോദിക്കുമ്പം ഹാജരില്ലേ എന്ന് പറഞ്ഞാ മാട്ട കൗണ്ടർ അടിച്ചുകൊണ്ട് വരാനുള്ള പരിപാടിയല്ലേ? അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. സാർ, നമ്മള് മാട്ട കൗണ്ടർ ഒന്നും അടിക്കൂല. അടിക്കുകയാണെങ്കിൽ ഫ്രഷ് ആയിട്ട് അടിക്കുള്ളൂ. ഫ്രഷ് അടിക്കാൻ നിങ്ങൾക്കൊക്കെ കൊള്ളാം. അപ്പൊ ഹാജരി വിളിക്കാൻ പോവാ. അനസൂയ പ്രസന്റ് സാർ. പ്രിയംവദ പ്രസന്റ് സാർ. രാധിക പ്രസവം സാർ. പ്രസവം സാറാ? സാർ, അവൾ 5ാമത് പ്രസവിച്ച് കിടക്കുന്നു. 5ാമതാ? സാർ പേടിക്കണ്ട, അവളിനി പ്രസവിക്കൂല. അതെങ്ങനെ അറിയാം? 5 കഴിഞ്ഞ അവക്ക് എണ്ണ അറിയില്ലല്ലോ. അയ്യോ, പഠിത്തത്തിന്റെ കുറവ് കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില ഗുണങ്ങളുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതിരിക്കട്ടെ, പ്രിയമത പകർത്തി എഴുതി കൊണ്ടുവന്നോ? കൊണ്ടുവന്നു സാർ. എവിടെ കാണിക്ക്? പകർത്തി എഴുതി കൊണ്ടുവന്നോന്ന് ചോദിച്ചപ്പോ നല്ല പറത്തി എഴുതി തന്നേക്കുന്നത്. ഇതൊക്കെ എന്തൊരു കഷ്ടമാണ്. ഈ ബുക്കിലെ 3 പ്രധാനപ്പെട്ട പേജുകൾ കാണുന്നില്ലല്ലോ. രാവിലെ മീൻ വാങ്ങിക്കാൻ വന്നപ്പോ വേറെ പേപ്പർ വേണ്ട, ഇതിൽ നിന്ന് കീറിയെടുത്ത് കൊടുത്തു സാർ. പഠിക്കാമെന്നതാ. സ്കൂളിൽ പഠിച്ചപ്പോ എന്താകണമെന്നായിരുന്നു ആഗ്രഹം? ജില്ലാ കളക്ടർ. ജില്ലാ കളക്ടർ. പഠിക്കുന്ന പുസ്തകത്തിൽ നിന്ന് പേപ്പർ കീറി മീൻ വാങ്ങിക്കാൻ കൊടുത്തിട്ട് ആഗ്രഹം ജില്ലാ കളക്ടർ ആവുകയും ചെയ്യും. അപ്പോ നമുക്ക് ഇനി കാര്യഗൗരവമുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. നീ ചോദിക്കടാ. എന്താന്ന്? കാര്യഗൗരവമുള്ളത് ചോദിക്കടാ. ഒന്നും പറയുന്നില്ലല്ലോ. കാര്യഗൗരവമുള്ള ചോദിക്കടാ. നമ്മളും ഗൗരവത്തിൽ തന്നെ ഉത്തരം പറയും. ഗൗരവം വേണ്ട. നീ വേണ്ടേ? അയ്യോ, ഞാനൊരു ആലങ്കാരികമായിട്ട് ഗൗരവം എന്നൊന്നും പറഞ്ഞു പോയതാ. എന്നെ കൊല്ലാൻ വന്നു കളഞ്ഞല്ലോ. ഞാൻ ചോദ്യം ചോദിക്കാം എന്നാണ് പറഞ്ഞത്. അതായത് എന്റെ ചോദ്യം ഇതാണ്: ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് എന്ത്? ഇവളുടെ പരദൂഷണം സാർ. പരദൂഷണോ? അത് പറയേണ്ട താമസം ഇവള് ഗോവേണന് കൊടുക്കും, ഹരിക്ക് കൊടുക്കും. ഗ്രാമം മൊത്തം വേഗത്തിൽ പരക്കും. അതിനെ കവച്ചു വെക്കാൻ ഒന്നും ഇല്ല സാർ. എന്റെ കാതിലും പലതും വന്ന് കേൾക്കുന്നുണ്ട്. വേണ്ട,
ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് എന്താണെന്ന് അനസൂയ ഒന്ന് പറയൂ. ശബ്ദം. ശബ്ദം. 3 ദിവസം കൊണ്ട് എന്റെ ശബ്ദം കളഞ്ഞ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ടും തെറ്റുത്തരം പറയുന്നു. ശബ്ദം. കൈനേട്ട, കൈനേട്ട. ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശബ്ദമല്ല, ശബ്ദമല്ല, പ്രകാശം. പ്രകാശനല്ല, പ്രദീപ്. പ്രദീപ് അല്ലടി, പ്രകാശം. നാശം. ഉണ്ടാതിരി, ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ. അതായത് ഇനി നമുക്ക് കണക്കായാലോ? കണക്കെന്നാണ് പറഞ്ഞ, അല്ലാതെ കുണുക്കെന്നല്ല പറഞ്ഞ. ഇങ്ങനത്തെ കുണുക്ക കണക്ക് കണക്കാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. 12ഉം 15ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 12ഉം 15ഉം കൂട്ടി എനിക്ക് തല ഇറങ്ങും സാർ. ഒരു കണക്ക് ചോദിച്ചപ്പോ ഇരുന്ന് തല കറങ്ങുന്നു. അതെ, ഈ തല കറങ്ങുമ്പം ബാക്കിൽ മുതു കാണാൻ പറ്റുന്നുണ്ടോ? ഇവളുടെ കാണാൻ പറ്റുന്നുണ്ട് സാർ. അയ്യോ, ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ഉദാഹരണ സഹകരണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാനൊരു 2 ആപ്പിൾ അനസൂയക്ക് തരുന്നു, 2 ആപ്പിൾ പ്രിയമതയ്ക്ക് തരുന്നു. അങ്ങനെങ്കിൽ മൊത്തം എത്ര ആപ്പിൾ ഉണ്ട്? പ്രിയമത പറയൂ. 5 ആപ്പിൾ. 5 ആപ്പിളാ? ആ. അതെങ്ങനെ വന്നു? ഇവൾക്ക് 2 കൊടുത്തോ? കൊടുത്തു. എനിക്ക് 2 തന്നോ? തന്നു. എന്റെ ബാഗിൽ ഒരു ആപ്പിൾ ഉണ്ടല്ലോ. ടാറ്റടാ, 5. ഓ, ഈ ആപ്പിൾ ഞാനങ്ങ് തിന്നു. അപ്പോഴോ? 0. അതെങ്ങനെ? സാർ ആപ്പിളിനോ പിന്നെ കണ്ടോണ്ടിരിക്കോ, നമ്മളും തിന്നു. ഓ ദൈവമേ, ആ ഐസക് ന്യൂട്ടന്റെ തലേ വീണ ആപ്പിൾ ഇവരുടെ മണ്ടേ വീണിരുന്നെങ്കിൽ അത് ഞാൻ തിന്നായിരുന്നു. എന്നെ കൂടെ പിടിച്ചങ്ങ് തിന്ന്. സാർ, അയ്യോ, തിന്നല്ലേ. എന്റെ വീട്ടിലെ കോഴി ഇന്നലെ ആദ്യമായിട്ടൊരു മുട്ടയിട്ടല്ലോ. എന്നിട്ട് ആ മുട്ട എന്ത് ചെയ്ത്? തിന്നു. അയ്യോ, നീ നാളെ എനിക്ക് പൊരിച്ചു കൊണ്ടുവരുവരണം. പറ്റൂല. അതെന്ത്? ആദ്യമായിട്ട് മുട്ടയിട്ട സന്തോഷത്തിൽ ആ കോഴിയെ ഞാൻ പൊരിച്ചങ്ങ് തിന്നല്ലോ. ആണ്ട്രാ, നല്ല നല്ല മുട്ടകളാണല്ലോ കോഴിയെ പൊരിച്ച് എന്നിട്ട് ദാ വന്ന് നിൽക്കുന്നത്. എനിക്കൊന്നും കേൾക്കാൻ വയ്യേ. അപ്പൊ കോഴിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കോഴിയെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് ചോദിക്കാം. ലോകത്തിന്ന് വരെ ആരും ചോദിച്ചിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? കോഴി സാർ. കോഴി സാറാ? മുട്ട സാർ. മുട്ടയാ? കോഴി. മുട്ട. കോഴി. മുട്ട. കോഴി. കോഴി നിന്റെ കെട്ടിയാൻ. എന്റെ കെട്ടിയവനെ പറയണ നീ? നിന്റെ കെട്ടിയാൻ ഏറ്റവും വലിയ കോഴിയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാലോ. നിർത്ത് നിർത്ത് നിർത്ത്. കോഴിയും അല്ല മുട്ടയും അല്ല ആദ്യം ഉണ്ടായത്. പിന്നെ പൗൾട്രി ഫാം. അയ്യേ. അവിടെ നിന്നല്ലേ നിങ്ങൾ കോഴിയും മുട്ടയൊക്കെ വാങ്ങിക്കുന്നത്? പിന്നെ അല്ല. അതെ, കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായതെന്ന് എന്റെ വിജയകരമായ ചോദ്യത്തിന് ശേഷം താജ്മഹൽ ഉണ്ടാക്കിയതാരും, ഞാനല്ല. കുത്തബ് മിനാർ ഉണ്ടാക്കിയതാരും, കണ്ടാക്ക്. ഉണ്ടായി അവിടെ വിമാനം ഉണ്ടാക്കിയതാര്? സാർ, സാർ നീ ഉണ്ടാക്കിയ ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. അപ്പൊ അവിടെ ഇനി ഞാൻ ഉണ്ടാക്കുന്നില്ല. ഒരു കാര്യം ചെയ്യും നിങ്ങൾ. ഇനി ഞാൻ പറയുന്നത് ചർച്ച ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുക. എടി, നീ ഇന്നലെ എന്റെ റീല് കണ്ടോ? ഞാൻ കണ്ടില്ല. 1K സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഇന്നലെ കൂടി, മില്യൺ വ്യൂസ്. നീ കാണൂല, വെറുതെ അല്ല നിനക്ക് അനസൂയാന്ന് പേര് വെച്ചിരിക്കുന്ന. അസൂയ. നീ എന്റേത് കണ്ട 80K. പിന്നെ നിന്റെ കേ കാണാൻ തന്നെ ഞാൻ ഇവിടെ. ഹലോ ഹലോ, ചർച്ച തീർന്നില്ല. ഗോവേണ്ണ നിനക്ക് കമന്റ് ഇട്ടാ ഇന്നലെ? കമന്റ് വിട്ട് വിളിക്കുകയും ചെയ്തു. ഗോവേണ്ണ എന്നെ കൊളാബ് ചെയ്തില്ല. ഹലോ, ഇവിടെ മിണ്ടായിരി. ഗോവേണ്ണ തന്നെ ബാക്കി കാര്യം എന്നെ കൊളാബ് ഒന്ന് ചെയ്യാത്തത്. നിർത്തുന്നുണ്ടോ? സാർ ഇത് ചർച്ച ചെയ്തല്ലേ പറയാൻ പറഞ്ഞത് സാറ്? അതിന് ഞാൻ എന്ത് ചോദ്യാ ചോദിച്ചേ? അയ്യോ, അയൽക്കൂട്ടത്തിലാണെന്ന് വിചാരിച്ചു ചർച്ച ഞാനങ്ങ് പിരിച്ചു വിട്ട്. നമ്മളെ ഗോപേണ്ട കൊളാബ് ഉണ്ടായിരുന്നോണം. അനസൂയ, ഇവിടെ വരൂ. സാർ, ഇവിടെ വരൂ. സാർ, ഇവിടെ വരൂ. ഭയങ്കര ചർച്ചക്കാരിയല്ലയോ? ഇതിന്റെ ഉത്തരം പറ. ഇത് എന്താണ്? സാർ മാപ്പ്. അറിയത്തില്ലെന്ന് പറഞ്ഞ് വിചാരിച്ച, പക്ഷെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടാ. സാർ ഇത് എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് മാപ്പല്ല, ഇതാണ് ഭൂപടം. ഭൂപടം. ഭൂപടം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂവിന്റെ പടം. ഭൂമിന്റെ പടം അല്ല, കായയുടെ പടം. കായുടെ പടം. അയ്യോ, ഭൂമിയുടെ പടം. ഭൂമിയുടെ പടം. അപ്പോ ഇതിൽ ഉത്തർപ്രദേശ് എവിടെ ഒന്ന് കണ്ടുപിടിക്കാമോ? ഇതിലെന്റെ വീട് പോലും എനിക്ക് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് ആക്കി വെച്ചിട്ട് നിൽക്കുന്നു. ഒരു സംസ്ഥാനം കുത്തിക്കീറിയപ്പോ സമാധാനമായ. എന്റെ സ്വഭാവം ശരിക്ക് അറിഞ്ഞൂടാ. ഒരു കാര്യമുണ്ട്, എനിക്കൊരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലായി. നിങ്ങളെ ഒന്നും പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പോഴേ മനസ്സിലായല്ലോ. അതെ, പഠിത്തമൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ വാർഷിക പരിപാടിയിലേക്ക് അല്ലേ വരുന്നത്. അപ്പോ കലാപരമായി എന്തെങ്കിലും കഴിവുകൾ നിങ്ങൾക്കുണ്ടോ? ഞാൻ പാട്ട് പാടും സാർ. പ്രിയംവദ പാടും. പാടും സാർ. ഏത് പാട്ടാ? ഞാൻ 4 ലൈൻ എഴുതി വെച്ചിട്ടുണ്ട്. ആഹാ, നോക്കട്ടെ. ഏബ നാനേ പൂ, ഏബ
നാനേ കാ. ഹിന്ദി പാട്ടാ? മലയാളം. മലയാളം പാട്ടാ? ഏബ നാനേ പോ. ഏബ നാനേ കാ. ഓ, ഇത് അനിൽ കപൂറിന്റെ പടത്തിലെ പാട്ട്, എനിക്കറിയാത്. അല്ല സാർ. പിന്നെ? ഏ ബനാനെ ഒരു പൂ തരാമോ, ഏ ബനാനെ ഒരു കായ് തരാമോ. വാഴയിലെ പാട്ടാണ് സാർ. വാഴയിലെ പാട്ടാ നിങ്ങൾ പാടിപ്പോ എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾ ഇത് എഴുതി വെച്ചിരിക്കുന്നത് ഏബ കഴിഞ്ഞ് 1/2 കിലോമീറ്റർ കഴിഞ്ഞ് കായും പൂയൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ മനസ്സിലാവാനാ പഠിപ്പിക്കുന്നതിന്റെ ഒരു ഗുണം. സാറല്ലയോ പഠിപ്പിക്കുന്ന അത്ര ഗുണപ്രതീക്ഷ മതി. അതെ, ഈ പാട്ടല്ലാതെ വേറെന്ത് പരിപാടിയുണ്ട്? ഡാൻസ് ഉണ്ട് സാർ നമ്മുടെ. ഏത് പടത്തിലെ പാട്ടാ? വാഴ 2. വാഴ വിട്ട് ഒരു കളിയും ഇല്ല. അപ്പൊ വാഴയിലെ ഏത് പാട്ടാ? കൊച്ചു കുഞ്ഞിന്റെ അച്ഛനൊരു ചക്ക വാങ്ങാൻ പോയി, ചക്ക വാങ്ങാൻ പോയി. ചക്കയല്ല, തേങ്ങ. തേങ്ങ. ഓ, ചക്ക തേങ്ങയൊന്നും അല്ല, കച്ച വാങ്ങാൻ പോയെന്നാണ്. കച്ച നേരെ എഴുതി വെച്ചോ. സാർ വാഴ 3 ഇറങ്ങാൻ പോണു. വാഴ 3 ഇറങ്ങാൻ പോണു. ഗേൾസ് ഓൺലി. എന്തുവാ? സാർ പെണ്ണുങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുള്ള സിനിമയാണ്. അത് ഇറങ്ങി കഴിയുമ്പോ നമ്മൾ വാഴ 3. ഈ വാഴ 4നെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടിട്ടില്ല? ഇല്ല. നിങ്ങൾക്ക് 10 അക്ഷരം പറഞ്ഞു തന്ന് നിങ്ങളെ ഏതെങ്കിലും ഒരു നിലയിലാക്കുമെന്ന് പറയുന്ന ഞാനാണ് വാഴ 4. തെരുവാഴയല്ല. പിന്നെ? മരവാഴ. അയ്യോ, ചേച്ചി മനോജേട്ടനല്ല, ഇവരെ കാണുമ്പം ഭയങ്കര സന്തോഷമാണ്. കാര്യം ഇവര് തിരുവനന്തപുരത്ത് ഓഡീഷന് വന്നതാണ് ഇവർ രണ്ടുപേരും. അന്ന് ഞങ്ങളിങ്ങനെ ഇവരോട് ചോദിച്ചത് എന്താണ് ഈ സമയത്ത് ഇങ്ങനെ ഓഡീഷനൊക്കെ വരാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ അവരുടെ പണ്ട് മുതലേ അവരുടെ ആഗ്രഹമാണ് എവിടെയെങ്കിലുമൊക്കെ പെർഫോം ചെയ്യണം, TV-യിൽ വരണം, അഭിനയിക്കണം. അങ്ങനെ ആഗ്രഹത്തിൻ്റെ പുറത്ത് വന്നാന്ന് പറഞ്ഞു. ഇപ്പോൾ അവർ ഈ ഫ്ലോറിലെത്തി പെർഫോം ചെയ്ത് നിൽക്കുമ്പം ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനാണ് ഈ രണ്ട് ചേച്ചിമാർ. അല്ല, എനിക്ക് ഇവര് ആദ്യമായിട്ട് പെർഫോം ചെയ്യാണെന്ന് തീരെ തോന്നിയില്ല. ബിക്കോസ് രണ്ടുപേരും വ്യക്തിത്വം വേറെയാണ്. ഒരു ഡയലോഗ് ഡെലിവറി ആണെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും ഭയങ്കര വ്യത്യസ്തമാണ്. ഇവരുടെ ആ ഒരു സ്ട്രേറ്റ് ഫേസ്, എന്താ പേര്? വിഷ്ണുപ്രിയ. വിഷ്ണുപ്രിയ സൂപ്പർ ഫേസ് എക്സ്പ്രഷൻ. ഒരു നമ്മളെ ഡെഡ് ഫേസ് എക്സ്പ്രഷൻ എന്ന് പറയില്ലേ, അതിലാണെങ്കിൽ വായ തുറന്ന് അപ്പ ചിരിക്കാൻ വരും. ഇവരാണെങ്കിൽ ഒരു നോട്ടി ഗേൾ, യുനോ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മനോജാണ്. എന്താ അറിയോ, മനോജ് ഇങ്ങനെ തിളങ്ങി നിന്നത് ഈ പെണ്ണുങ്ങള് വന്നത് സംശയം. 3 പേരും സൂപ്പർ. ഗോഡ് ബ്ലെസ് യു. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. എന്തായാലും ഇനിയും പെർഫോം ചെയ്യണം, ഇനിയും സ്കിറ്റുകൾ ചെയ്യണം. നിങ്ങൾ ഹാപ്പി അല്ലേ? ആദ്യത്തെ സ്റ്റേജിൽ അതും സീനിയറായിട്ട് മനോജേട്ടന്റെ കൂടെ നിങ്ങൾ കിഡിലായിട്ട് പെർഫോം ചെയ്തു. എല്ലാം ഓക്കെ അല്ലേ? ഇനി TV കാണുന്ന ഒരു ബാറ്ററി ഇനി വരും അല്ലെ? ഈ പെർഫോം ചെയ്തതിന് എത്രത്തോളാണ് ബാറ്ററി ചാർജ് കയറിയെന്നുള്ളതാണ് കാണാൻ പോകുന്നത്. മനോജേട്ടൻ നമുക്ക് നോക്കാം അല്ലേ? നോക്കി പണമൊഴുകണ കടി പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ കൺഗ്രാറ്റുലേഷൻസ്. 25,000 റുപ്പീസ് ആണ് നേടിയിരിക്കുന്നത്. അതെ, ആദ്യത്തെ തവണ തന്നെ 25,000 എത്തി ചേച്ചി. നമ്മൾ 50% കടന്നു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് 50-ലേക്ക് എത്തിട്ടെ. യെസ് ചേച്ചി, അത് കൊടുക്കാവോ?